ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാവ് 1:5 ഇങ്ങനെ വായിക്കുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അതെ, യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുന്ന വചനഭാഗം ആണ് ഈ വായിച്ചു കേട്ടത്. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നമ്മൾ ഓരോരുത്തരും ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. എന്നെപ്പറ്റി, നിങ്ങളെ പറ്റിയിട്ട് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങൾ, പ്ലാനുകൾ, പദ്ധതികളുണ്ട്. ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ. രക്ഷാ പദ്ധതിക്കകത്ത് കയറിയ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിക്കപ്പെട്ട ദൈവവേദനെ, ദൈവദാസന്മാർക്ക് അഥവാ പാസ്റ്റർമാർക്കും പ്രവാചകന്മാർക്കും ഇവാഞ്ചലിസ്റ്റുകൾക്കും മാത്രമല്ല ദൈവിക പദ്ധതികളുള്ളത്. വിശ്വസിച്ചാട്ടെ. സാധാ വിശ്വാസിയായിട്ട് ജീവിച്ചു മരിച്ച് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാനല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. എന്നെപ്പറ്റി, നിങ്ങളെപ്പറ്റി വ്യക്തമായ പദ്ധതി ദൈവത്തിന് ഉണ്ട്. ഇന്ന് പകലിൽ ആ പദ്ധതി തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ ആ പദ്ധതിയിലേക്ക് കയറിയാട്ടെ. നിങ്ങൾ എവിടെ നിന്നാണോ ഈ ശബ്ദം കേൾക്കുന്നത്, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായി ദൂതറിയിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ യാദൃച്ഛിക വന്ന് പെട്ടതല്ല, ദൈവമാണ് നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് കേൾക്കുന്ന വ്യക്തിയാണോ, നിങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ദൈവത്തിന്റെ പ്ലാനോടുകൂടി, പദ്ധതിയോടുകൂടിയാണ് നിങ്ങൾ അവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയട്ടെ. ഇതുവരെ ആ വ്യക്തത തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ ഇന്ന് പകലിൽ ആ വ്യക്തതയ്ക്കായിട്ട്, ആ പദ്ധതിയുടെ വ്യക്തതയ്ക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയട്ടെ. സ്വർഗം നിങ്ങളെ നിശ്ചയമായിട്ടും ഉപയോഗിച്ചിരിക്കും. അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ പറ്റിയിട്ട് നിശ്ചയമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആമേൻ, സ്തോത്രം. ആ പദ്ധതിയിലേക്ക് നമ്മൾ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞു. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ. തിരിച്ചറിഞ്ഞുകൂടാത്തവർ ഇന്ന് പകലിൽ ആ ഒരു പദ്ധതിയിലേക്ക് കയറിയാട്ടെ. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് എന്താ? നിങ്ങൾ ശക്തി ധരിച്ച് യെരൂശലേമിലും യഹൂദിയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവുന്ന കർത്താവിന്റെ വചനത്തിലുള്ളത്. അതെ, എന്നെ പറ്റി, നിങ്ങളെ പറ്റി വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ വേണ്ടിയിട്ടാ. അല്ലാതെ പാസ്റ്റർമാരോടും പ്രവാചകന്മാരോടും വീര്യപ്രവർത്തികൾ ചെയ്യുന്ന അഭിഷിക്തന്മാരോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നുവന്ന് ആത്മശക്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഓരോ ദൈവ പൈതലിനെ പറ്റിയിട്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ്, ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നിങ്ങൾ സാക്ഷികളായി തീരുവിൻ. നിങ്ങളായിരിക്കുന്ന വർക്ക് പ്ലേസസുകളിൽ, നിങ്ങളായിരിക്കുന്ന എവിടെയാണോ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലകളാണോ അവിടേക്കും യേശുവിന്റെ സാക്ഷികളായി തീരുവാനാണ് വിളിച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ട്? ആമേൻ, സ്തോത്രം. നിങ്ങളെ പറ്റിയിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്റെ സ്വർഗത്തിന്റെ ദൈവത്തിന് വലുതാ. നിങ്ങളെ ഒരു പിശാചിനും ഉടച്ചു കളയുവാൻ സാധിക്കത്തില്ല, തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല. ദൈവിക പദ്ധതിയുള്ള ഒരു ദൈവ ഇതിലാണോ, നിങ്ങളെ തകർത്ത് കളയുവാൻ പിശാചിന് സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. യിരെമ്യാവ് 29:11 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാകുന്നു എന്റെ ദൈവത്തിന്. നിങ്ങളെ പറ്റിയിട്ടുള്ള നിരൂപണങ്ങൾ നന്മയ്ക്കായിട്ടാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവിക പദ്ധതിയായിട്ടാണ് നിങ്ങളെ ഈ ദേശത്തേക്ക്, നിങ്ങളായിരിക്കുന്ന ആ ദേശത്തേക്ക് അയച്ചിരിക്കുന്നത്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ദൈവിക പദ്ധതിയുമായി ദേശത്ത് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളെ സഹായിച്ചതിനിട്ട് നന്ദി. അവരെ ആയിരിക്കുന്ന ദേശത്ത് ശക്തമേറിയ അഭിഷേകത്തോട് ഉപയോഗിക്കണമേ. എവിടൊക്കെ ആയിരുന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ടോ, സ്വർഗത്തിന്റെ ദൈവം വ്യത്യസ്തമായ അളവിൽ ഉപയോഗിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിട്ട് നന്ദി. സകലമാനുമത്വം കർത്താവിനെ ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
ഈ വചനങ്ങളാൽ ഇവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.